എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ലൈഫ് ജേർണലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വൺ മാൻ ഫിലിം മേക്കർ എന്ന നിലയിൽ യുവ സംവിധായകർക്കിടയിൽ പ്രശസ്തി നേടിയ എസ് ജിഷ്ണുദേവാണ്. നമസ്കാരം. ഈ എന്താ പറയാ, ഒരു കഥ, അതുപോലെ തന്നെ ക്യാമറ, എഡിറ്റിംഗ്, അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കയ്യൊപ്പ് വെച്ചിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ എല്ലായിടത്തും ഇത്തരത്തിൽ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്? നമ്മളിത് എന്താ പറയുക, സിനിമ ഒരു പാഷനായിട്ടാണ് എടുത്തിട്ടുള്ളത് തുടക്കം തൊട്ട്. ആദ്യം സ്കൂള് കാലഘട്ടത്തിൽ തന്നെ നാടകം അങ്ങനെയുള്ള പരിപാടിയിൽ മാക്സിമം ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സിനിമയിലോട്ടെത്തണം, അഭിനയിക്കണം എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ മോഹം. പക്ഷേ അഭിനയം ഇതുവരെ എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലോട്ട് എത്തണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിം എടുത്ത സമയത്ത് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ്, അതായത് കഥയായാലും ക്യാമറ ചെയ്യാനുള്ള ആളായാലും ഇല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാനുള്ള ആളായാലും അതെല്ലാം ഒരുപാട് സെപ്പറേറ്റ് ആൾക്കാരെ വിളിച്ച് നമ്മൾ സംസാരിച്ച് അവരുടെ ടൈം നോക്കി ഒക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ ബഡ്ജറ്റും അതിന് അനുസരിച്ചാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കും. എപ്പോൾ വേണമെങ്കിലും ഒരു സിനിമ നമുക്ക് എടുക്കാം. നല്ലൊരു രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സമയം കണ്ടെത്തി തന്നെ സിനിമ എടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലും പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ കഥ ഓൾറെഡി നാടകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയ നാടകം ഒരു ഇൻ്റർ പോളി മത്സരത്തിൽ സ്റ്റേറ്റ് വരെ കിട്ടി, ഫസ്റ്റ് കിട്ടിയതാണ്. സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് കിട്ടിയ നാടകമാണ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ അത് നിന്ന് നേരെ സ്ക്രീൻ പ്ലേ എഴുതി, ഷോർട്ട് ഫിലിംസിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി ഗ്രാജുവലി സിനിമയിലോട്ട് എത്തിയത്. ഈ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ കലാപരമായിട്ടുള്ള മേഖലയിലെല്ലാം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. ഒരു 6ാം ക്ലാസ് ഒക്കെ വരെ സ്റ്റേജ് ഫിയർ, 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ സ്റ്റേജിൽ കയറാനൊക്കെ മടിയുണ്ട്, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഒരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. അപ്പോൾ ആ നാടകം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ അങ്ങ് പോയി. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചേർന്ന് ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകളുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു ആ സമയത്ത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് +2 വരെ നാടകം ചെയ്തിട്ടുണ്ട്, ജില്ലയിൽ പോയിട്ടുണ്ട്, A ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, അതും ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. ഞാൻ ആദ്യം 7ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ പെരുമ്പഴൂരാണ്. അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിക്കര ബോയ്സ് സ്കൂളാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു വളരെ ലോ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ ആണ് നമ്മൾ ഈ നാടകങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കോൺഫിഡൻസും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറി. അതാണ് സത്യം. ഇപ്പം ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫിലിംസും ചെയ്യുന്നുണ്ട്, നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ താങ്കളുടെ കൂടുതലും ഫിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കണ പോലെയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നാടകത്തിലൂടെയാണോ അല്ലെങ്കിൽ സിനിമയിലൂടെയാണോ നമുക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, നമുക്ക് ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു കലാപരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ്, നാടകമായാലും സിനിമ ആയാലും. എന്നാലും സിനിമയ്ക്ക് ഒരു വേൾഡ് വൈഡ് ഒരു റീച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നാടകത്തിനേക്കാളും വേൾഡ് വൈഡായിട്ട് കുറേ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു സ്പേസ് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഏതാണ്? അല്ല, ഇതിൽ നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ ടോട്ടൽ എല്ലാം, അതായത് ഈ കഥയായാലും തിരക്കഥയായാലും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ആയാലും അല്ലെങ്കിൽ ഡയറക്ഷൻ ആയാലും എല്ലാം ഒരേപോലെ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു വിജയം ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം എങ്കിലും കൂടുതലൊരു താല്പര്യം എനിക്ക് ഒരു ഡയറക്ടർ ആവണം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവില്ല? അങ്ങനെ എപ്പോഴെങ്കിലും സിനിമയാണ് താല്പര്യം. സിനിമയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അഭിനയായാലും കുഴപ്പമില്ല. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും റോൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ? എനിക്ക് ഇന്ന റോൾ അഭിനയിച്ചാൽ ഞാൻ ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ
എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിൽ മെജോറിറ്റി ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, റോള് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളിലും ഞാൻ ചെയ്യുന്ന പല സിനിമകളിലും ക്യാമറ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല ആൾക്കാരോട് വേറെ ഡയറക്ടേഴ്സ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവരും പറയുന്നത് എൻ്റെ ക്യാമറമാനും ഇതേപോലെയാണ്, അഭിനയിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ ക്യാമറയാണ് ചെയ്യുന്നത്, അവന് ഫ്രണ്ടിലോട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതേപോലെയാണ് നമുക്ക് ഈ ക്യാമറ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പല സിനിമകളിലും പോയിട്ടുണ്ട്. പല റോൾസും എനിക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. ഇനി വരുന്ന ബഡ്ജറ്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് വേറൊരു ക്യാമറമാനെ സെറ്റ് ചെയ്തിട്ട് അഭിനയത്തിലോട്ടൊക്കെ ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ. ഓക്കെ, എപ്പോഴെങ്കിലും ഇതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു തരത്തിൽ നമുക്ക് അതൊരു ബർഡനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെട്ട് തന്നെയാണ്. അതെ അതെ അതെ, പൂർണ്ണമായിട്ടും അത് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലായിടത്തും നമ്മുടെ കയ്യെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. അപ്പൊ അതിൽ പെർഫെക്ഷൻ എവിടെയെങ്കിലും മിസ്സായി പോവുക അങ്ങനൊന്നും അല്ല. പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഇതിൽ ഒരു കാര്യമുണ്ട്, മെയിനായിട്ടുള്ള കാര്യം. കഥ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ പറയാൻ, അത് വളരെ റോ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമാജിനേഷനോ ഫിക്ഷനോ ഒക്കെ അതിനകത്തുണ്ടാകും. അടുത്തൊരു സംവിധായകൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിലെടുക്കാനുള്ള ഷോർട്ട് ഡിവിഷൻ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാം നോക്കിയിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള ഷോട്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അടുത്ത് ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന സമയത്തും ചില സമയത്ത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ നടക്കണമെന്നില്ല. അപ്പോൾ അതിന് ഒരു പ്ലാൻ ബി നമ്മൾ റെഡിയാക്കി അത് ചെയ്യുന്നു. അപ്പോൾ അടുത്തിനി എഡിറ്റിങ്ങിന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇതെല്ലാം കൊള്ളാൻ തോന്നും. അപ്പോൾ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഒരു ക്രിട്ടിസൈസ് ചെയ്യണം. നമ്മൾ എടുത്തിരിക്കുന്ന വിഷ്വൽസ് അതിൽ ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെ വേണം, ഏതൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ക്രിട്ടിക്കൽ വ്യൂവും കൂടെ നമുക്ക് ഉണ്ടായിരിക്കും, ഒരു ക്രിട്ടിക്സ് വ്യൂ. എല്ലാം സ്വയമായിട്ടാണോ? അതായത് ക്രിട്ടിസൈസ് ചെയ്യുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ക്രിട്ടിസൈസ് നമ്മൾ തന്നെ ചെയ്യണം. കാര്യം ഇത് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നതിൽ നമുക്ക് ഓക്കെയാണ്, പോസിറ്റീവാണ്, നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അടുത്ത വർക്കിൽ മാറ്റം വരുത്തി ചെയ്യുന്നുണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണോ? കാരണം കണ്ടിരിക്കുന്ന സിനിമകളെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്, അതായത് ഒരു മെസ്സേജ് അതിലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഇതിൽ അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ട് ഫിലിംസാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർട്ട് ഫിലിംസിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനത്തെ ഉള്ള സിനിമകളിലേ പറ്റും. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലോട്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എല്ലാ ഓഡിയൻസിലും ഒരേപോലെ റിസീവ് ആവണമെന്നില്ല. ചെറിയ ഇഷ്യൂസ് വരും. നമ്മൾ ഒരുപാട് ബഡ്ജറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസറിനെ ബാധിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ചിലപ്പോൾ ചില ഏരിയകളിൽ സിനിമ ബാൻ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ റോട്ടൻ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ അത് വളരെ ഓപ്പണായിട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽ, തമിഴ്നാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നൊക്കെ നമ്മുടെ സിനിമ പുറത്താക്കിയതാണ്. കാര്യം അതിൽ പൊളിറ്റിക്കൽ പരാമർശങ്ങൾ ഇഷ്ടംപോലെ പല പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള പരാമർശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ മെയിൻ ക്യാരക്ടർ ഒരു ഭ്രാന്തനാണ്. ആ ഭ്രാന്തന് സത്യം വിളിച്ച് പറയാം. അങ്ങനെ സത്യം വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ സിനിമയിലൂടെ. അങ്ങനെ പൊളിറ്റിക്കൽ പരാമർശങ്ങൾ വന്നതുകൊണ്ട് ആ സിനിമ പല ഫെസ്റ്റിവലിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കൊമേഴ്ഷ്യൽ സിനിമയിലോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം റോട്ടൺ സൊസൈറ്റി പോലത്തെ ഫിലിംസ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. അപ്പം ഇപ്പം താങ്കളുടെ നിലപാടിനോട് എതിർപ്പുള്ള ഒരാൾ, ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ആയിക്കോട്ടെ, അങ്ങനെ എതിർപ്പുള്ള ഒരാളാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ റോട്ടൺ സൊസൈറ്റി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അതിൽ ഏതൊരു ഫാക്ടർ വെച്ചിട്ടായിരിക്കും എതിർക്കുക? അത് എന്തായിരിക്കും ആൾക്കാരെ ട്രിഗർ ചെയ്യുക? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, സൊസൈറ്റിയിൽ തന്നെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടിങ് ആൾക്കാർ തമ്മിലുണ്ട്. ഹ്യൂമൻ ആയാലും ശരി, എല്ലാവരും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവണം. അപ്പോൾ ഈ ബോണ്ടിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അത് കാസ്റ്റ് ആയാലും റിലീജിയൻ ആയാലും പൊളിറ്റിക്സ് ആയാലും ഇതെല്ലാം നമ്മളെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തുന്ന കുറേ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വികാരങ്ങൾ അല്ലെങ്കിൽ അതിനെ വളരെ ശക്തമായിട്ട് ഇതെങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ട്രിഗർ ചെയ്യും. അവർ ചീത്ത വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഒരുപാട് പേര് അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ഫെസ്റ്റിവലിൽ വിളിച്ചിട്ട് ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് സംസാരിച്ചിട്ടുണ്ട് എന്നോട്, ഇങ്ങനത്തെ ഒരു സിനിമ വരുന്ന സമയത്ത് നമുക്കിത് പബ്ലിക് കാണിക്കാൻ പറ്റില്ല, ഒരുപാട് ഒഫൻസ് ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസൊക്കെ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മെത്തേഡ് എക്സ്പെരിമെൻ്റൽ, ഒരു ഫൗണ്ട് ഫുട്ടേജ് രീതിയിലുള്ളൊരു മെത്തേഡാണ്, അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഒരു സിനിമ എന്തിനാണ് എടുത്തത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വെസ്റ്റേൺ രീതിയിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഒരുപാട് പടങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് മലയാളത്തിൽ ഒരുപാട് സിനിമ വന്നിട്ടുണ്ട്, പേര് ഞാൻ മറന്നു. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ എന്ത് പറയാൻ വേണ്ടിയിട്ട് വെളിയിലൊക്കെ, അതായത് ഹോളിവുഡിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ റീച്ചായ സിനിമകളാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇനി ഭാവിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും കാണും, അപ്പോൾ മനസ്സിലാവും ഈ മെത്തേഡാണ് ഈ സിനിമ ആയിരുന്നുവെന്ന് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് ഏത് മെത്തേഡാണ്? ലൈക്ക് ഹോളിവുഡ് ആണോ, അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈലാണ് ചൂസ് ചെയ്യുക? അങ്ങനെ നമ്മൾ ഈ ഫിക്ഷനും മോക്കുമെൻ്ററി എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പല സിനിമകളിൽ. ഇപ്പോൾ പാരാനോർമൽ പ്രോജക്റ്റൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ പാരാനോർമൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അത് റിലീസായ ഒരാഴ്ചക്കകത്ത് കൊൽക്കത്തയിലുള്ള ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കൺസെപ്റ്റാണ്. അവർക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ സ്റ്റോറീസ് പറയാനുണ്ട്, നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു ഭാവിയിൽ ഒരു സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഫിലിംസിനോടും താല്പര്യമുണ്ട്. അതെ അതെ അതെ. ഓക്കെ. ജിഷ്ണുദേവ് എന്ന ഡയറക്ടറിന് രാഷ്ട്രീയമുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു പരിപാടിയല്ല, ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് വരിക എന്നുള്ള ചിന്തിച്ച് എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തിനെയാണ് ഇഷ്ടം. അല്ല, വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയോളജി ഉണ്ടാവുമല്ലോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ. എല്ലാം ഞാൻ പറയുന്നില്ല, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പല ആളുകളും അതിന് വിപരീതമായിട്ടാണ് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും. ജനങ്ങൾക്ക് നല്ലത് വരിക എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനത്തെ പൊളിറ്റിക്കൽ പാർട്ടികളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയോ ഒന്നും മെൻഷൻ ചെയ്യാതെ തന്നെ ഇപ്പോൾ സൊസൈറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുള്ള ഒരു കാര്യം എടുത്തു വെച്ച് അതിനെ എലാബറേറ്റ് ചെയ്തൊരു സിനിമയാക്കാൻ പറഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും? നമ്മൾ ഈ ഓൾറെഡി റോട്ടൺ സൊസൈറ്റിയിൽ ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ എന്താ പറയാൻ, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതായത് സ്വയം ഒരു കുറ്റം ചെയ്തതിന് ശേഷം, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, താൻ നല്ലതാണെന്ന് കാണിക്കാൻ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയും എന്നാൽ ജനങ്ങൾ അറിയാതെ പല എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റീഷ്യൻസിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു സിനിമയാണ് റോട്ടൺ സൊസൈറ്റി. അത് ഓൾറെഡി ആ സിനിമയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വിഷയമല്ല, വ്യക്തികളോ ഒന്നും അല്ല, പാർട്ടി അല്ല, പാർട്ടി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഒരു പാർട്ടിയെ നമ്മൾ മെൻഷൻ ചെയ്ത് ഒരിക്കലും പറയുന്നില്ല. എല്ലാ പാർട്ടികളും ഇത് പറയുന്ന കാര്യങ്ങളിൽ ചില പാർട്ടികൾ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിലും ആരെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആണ് ഉള്ളത്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമൊന്നും പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യില്ല? വ്യക്തിപരമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല, ജനങ്ങൾക്ക് നല്ലത് വരുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിന് നല്ലത് വരുന്ന ചെയ്യുന്നതാണ്. കോളേജ് ടൈമിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോട് അങ്ങനെ ചായവോ അങ്ങനെ തോന്നിയിട്ടില്ല? കോളേജ് ടൈമിൽ ഇപ്പോൾ രാഷ്ട്രീയം ഞാൻ മുന്നോട്ട് എടുത്ത് വെച്ചിരുന്നുവെങ്കിൽ ഞാൻ തമിഴ്നാട്ടിലായിരുന്നു പഠിച്ചത്. അപ്പോൾ എന്നെ ഡീബാർ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നടക്കാത്തൊരു കാര്യമായി. അതുകൊണ്ട് അല്ല, നമുക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഓരോ ഇൻസിഡൻസിൽ, അല്ലെങ്കിൽ ഓരോ സോഷ്യൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് അതിൽ അഭിപ്രായങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മളിപ്പോൾ ഈ പബ്ലിക്കായിട്ട് പറയുന്നതിനേക്കാളും സിനിമയിലൂടെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആളുകളുടെ ഇടയിൽ എത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ലൈഫിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടുള്ളൊരു കാര്യം എന്താണ്? അത് ഫിലിമിലോ ലൈഫിലോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ചെയ്തത് ഒരു ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് സിനിമയാണ്, അമാനുഡ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അമാനുഡ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തൊക്കെ അത് വളരെ എന്താ പറയുക, വളരെ റോ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്.
അതായത് എവിടെയെങ്കിലും ഒരു നഷ്ടപ്പെട്ട ഒരു ക്യാമറയുടെ അകത്ത് നിന്ന് ലഭിക്കുന്ന ഒരു ഫൂട്ടേജ്, ആ ഫൂട്ടേജ് ഒരാൾ എഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ ഫ്രണ്ടിൽ കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും, അതായിരുന്നു അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഇത് ഈ ക്യാമറയെല്ലാം ഷെയ്ക്കിംഗ് ആയിട്ടുള്ള ക്യാമറ ആയിരിക്കണം, അതേപോലെ തന്നെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ് ടോട്ടലി. അതായത് ഷോർട്ട് വൈസായിട്ട് ആയാലും ലെങ്തി ആയിട്ടുള്ള ഷോർട്ട്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയുടെ ആയിട്ടുള്ള എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു മോക്കുമെൻ്ററി ഫിലിമോ അല്ലെങ്കിൽ ഫൗണ്ട് ഫൂട്ടേജും ഫിലിം വരുന്നത്. അപ്പോൾ ഇത് ഔട്ട് കണ്ടതിന് ശേഷം നിനക്ക് സിനിമ എടുക്കാൻ അറിഞ്ഞൂടാ എന്നേ ആൾക്കാർ പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം വിമർശിക്കുമായിരുന്നു. ഞാനിപ്പോൾ അല്ലാതെ ഇപ്പോൾ ഉപമ എന്ന് പറയുന്ന സിനിമ, അത് ഒരു ആർട്ട് ഫിലിമാണ്. അത് സിനിമയുടെ എല്ലാ റൂൾസും നോക്കി ചെയ്ത ഒരു പടമാണ്. അത് ചെയ്യുമ്പോഴും നീ ഇത് അമ്മാനുട്ട ചെയ്ത പോലെയാണോ ചെയ്യണതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു എന്താ പറയുക, ആ പടത്തിൻ്റെ ഒരു റിലീസ് വരെ കുറച്ച് ലെങ്ത്, അതായത് കുറച്ച് നീണ്ടുപോയി. റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാളും 1 വർഷം നീണ്ടുപോയി. അപ്പോൾ ഇവരിത് പറയുമ്പോൾ എനിക്ക് ഈ ഒരു മെത്തേഡ് എനിക്കറിയാം, ഇങ്ങനെയാണ് എടുക്കാനുള്ളത്, അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതല്ല സങ്കടം, ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് സിനിമ ഇറങ്ങിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ആ സമയത്ത് വരുന്നത്. കാര്യം ആദ്യത്തെ പടം. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പടം ഇറങ്ങുന്നുണ്ട്. പടം ഇറങ്ങിയതിന് ശേഷം ഇത് ഫൗണ്ട് ഫുട്ടേജ് ക്രിട്ടിക് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ളൊരു കമ്പനി ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഏഷ്യ മൂവി പ്ലസ് എന്ന് പറയുന്ന കാനഡയിലുള്ള ഒരു കമ്പനിയാണ്, ഒരു റിവ്യൂ കമ്പനി. അവർ ഈ സിനിമ ഏഷ്യയിലെ 10 മികച്ച ഹൊറർ സിനിമകളിലൊന്നായിട്ട് 2021 സെലക്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അത് ആദ്യം വിഷമം തോന്നിയെങ്കിലും ആ സിനിമ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അതേപോലെ തന്നെ തമിഴിലെ ഏറ്റവും ആദ്യത്തെ ഫൗണ്ട് ഫൂട്ടേജ് മെത്തേഡ് സിനിമ എന്നുള്ള രീതിയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ്, അങ്ങനെ ഒരുപാട് റെക്കോർഡും സിനിമ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ സിനിമകൾക്കൊന്നും അംഗീകാരമേ ലഭിക്കുന്നില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അന്ന് താങ്കൾ ഇത് നിർത്തും? ഇല്ല, ഒരിക്കലില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അല്ല തുടങ്ങിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരും ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 1 മാൻ ഫിലിം മേക്കർ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചൊരു കൊമേഴ്ഷ്യൽ സിനിമയിലോട്ട് എത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സിനിമ ഇല്ല, കുഴപ്പമില്ല. അവാർഡൊന്നും വേണ്ട, ജസ്റ്റ് ആൾക്കാർ കണ്ടാൽ മതി അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു കാര്യം, നമ്മളിത് പ്രീ പ്ലാൻഡ് എനിക്കിത് കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നു, അതിനുള്ളൊരു ഫലം നമുക്ക് ലഭിക്കുന്നു, അത്രേ ഉള്ളൂ. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷം. ഇപ്പോൾ ഡയറക്ഷൻ എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്, താങ്കളെ പോലെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നാലെയുണ്ട്. അപ്പം അവരോട് സ്വന്തം ലൈഫിൽ നിന്നുള്ളൊരു അനുഭവം എടുത്ത് പറഞ്ഞ് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? അല്ല, നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മളിതിനകത്ത് സിനിമയ്ക്കകത്ത് വരുന്നു എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഒപ്പോസിഷനാണ് കൂടുതൽ വരുന്നത്. നീ ചെയ്യരുത്, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പോകരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ ഒരുപാട് ഡിഫിക്കൽറ്റി നമ്മുടെ ഫ്രണ്ടിൽ വരുമായിരിക്കും. ഇത്രയും സിനിമ ചെയ്ത സമയത്ത് നമുക്കറിയാം, ചില സിനിമകൾ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ ഡിലേ ആയിട്ടാണ് റിലീസ് വരുന്നത്. അത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പല സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങൾ കാരണമൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിലൊന്നും തളരാതെ നമ്മൾ മുന്നോട്ട് പോവുക, എപ്പോഴും സ്ട്രഗിൾ ഉണ്ടാകും, അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ബാക്കിലേക്ക് വലിച്ച ഒരു ചലഞ്ച്, അല്ലെങ്കിൽ സിനിമയിലോ ലൈഫിലോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും? ഇതുവരെ ഇല്ല. ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രഗിൾ വരുമ്പോൾ അത് ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലൈഫിലെ ഓരോ ഡേയ്സും ചലഞ്ചിങ് ആണല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക, വളരെ ഹാപ്പി ആയിട്ട്, വളരെ സ്ട്രെങ്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആസ് എ ഡയറക്ടർ എല്ലാ കൈൻഡ് ഓഫ് സിനിമയും കാണുന്ന ആളാണോ? അതെ, ഏറെക്കുറെ. എന്നാലും ഏത് ജോണറിലുള്ളൊരു മൂവീസാണ് കൂടുതലും പ്രിഫർ ചെയ്യുക കാണാൻ വേണ്ടി? കൂടുതലും
ത്രില്ലിംഗ് ആയിട്ടുള്ള ത്രില്ലർ ഫിലിംസ്, ഹൊറർ ഫിലിംസിൻ്റെയൊക്കെ ഫാനാണ്. ഫ്യൂച്ചറിലൊരു ത്രില്ലർ ഫിലിം ഒക്കെ പ്രതീക്ഷിക്കാമോ? ത്രില്ലർ ഫിലിമിനേക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു ഹൊറർ ഫിലിം പ്രതീക്ഷിക്കാം, ഒരു ഫാൻറ്റസി ഒരു ഫിലിം പ്രതീക്ഷിക്കാം. ഫാൻറ്റസി ഫിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളോടാണല്ലേ? അങ്ങനെ എന്തെങ്കിലും വായിച്ച പുസ്തകങ്ങളോ അല്ലെങ്കിൽ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളോ അങ്ങനെ എന്തെങ്കിലും? ഹോബിറ്റ്, ലോർഡ് ഓഫ് റിങ്സ്, അതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമകൾ. അതെ അതെ, ഹോബിറ്റൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടർ ആര്? എനിക്ക് ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫാൻറ്റസി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ്, അതായത് ദ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ, ഡേവിഡ് ഫിഞ്ചർ, അതൊക്കെ എടുത്തിരിക്കുന്ന രീതി, സ്ക്രീൻ പ്ലേയുടെ ഒരു ഫ്ലോ, അതൊക്കെ അഡ്മയറബിളാണ്. ഡേവിഡ് ഫിഞ്ചറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഡയറക്ടറാണ്.